അപ്പോൾ മക്കളെ, നമ്മൾ സെക്ഷൻ നമ്പർ 3-ലെ ആദ്യത്തെ 2 പോയിന്റുകളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ആയിരുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലാർ മാസ് ആണ്. ഈ 2 ഭാഗങ്ങൾ എല്ലാ ആളുകൾക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊന്നും ഇല്ല എന്നും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. മൂന്നാമത്തെ ടോപ്പിക്കിന്റെ പേര് ദാറ്റ് ഈസ് സ്മോൾ കോൺസെപ്റ്റ് എന്നാണ്. എല്ലാവരും കെട്ടിയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്, ദാറ്റ് ഈസ് മോൾ കോൺസെപ്റ്റ്. മകളെ, ഈ മോൾ കോൺസെപ്റ്റ്, ഈ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ ഈ സെക്ഷൻ 3-ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ് നിങ്ങൾ ആരെയും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദാറ്റ് ഈസ് സ്മോൾ കോൺസെപ്റ്റ് ആണ്. ഇനി വേണമെങ്കിൽ ഈ സം ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ പേര് പറയാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ അവിടെയും നിങ്ങൾക്ക് പറഞ്ഞൊരു ടോപ്പിക്കിന്റെ പേര് ദാറ്റ് ഈസ് സ്മോൾ കോൺസെപ്റ്റ് ആണ്. ഇനി നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ കെമിസ്ട്രിയുടെ ആദ്യത്തെ 7 ചാപ്റ്ററുകളുള്ള ഫസ്റ്റ് ബുക്കിലിട്ടിനകത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒരു ടോപ്പിക്കിന്റെ പേര് പറയാൻ വേണ്ടി പറഞ്ഞാൽ അവിടെയും ഞാൻ പറയുന്ന ഒരു പേര് അത് മോൾ കോൺസെപ്റ്റ് എന്നാവും. ഇനി അതല്ല, നിങ്ങളുടെ ഫസ്റ്റ് ഇയറിനകത്ത് നിങ്ങൾ പഠിക്കുന്ന 14 ചാപ്റ്ററുകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിന്റെ പേര് പറയാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ ഇത് മാത്രമല്ല, ടോപ്പിക്കുകളിൽ ഒരു പേര് പറയാൻ വേണ്ടി പറഞ്ഞാൽ അവിടെയും എനിക്ക് പറയാൻ പറ്റും മോൾ കോൺസെപ്റ്റ് എന്ന്. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് മോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇനി നിങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂട്ടിയിട്ട്, അതായത് ടോട്ടൽ 30 ചാപ്റ്ററുകളിലെയും ഏറ്റവും പ്രധാനമുള്ള ഒരു ടോപ്പിക്കിന്റെ പേര് പറയാൻ വേണ്ടി പറഞ്ഞാൽ അവിടെയും നമുക്ക് വേണമെങ്കിൽ ഏത് പറയാൻ പറ്റും? മോൾ കോൺസെപ്റ്റ് പറയാൻ പറ്റും. അത്ര പ്രധാനമുള്ള ഒരു ടോപ്പിക്കാണ് മോൾ കോൺസെപ്റ്റ്. ഈ മോൾ കോൺസെപ്റ്റിന്റെ ബേസ് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഏത് ചാപ്റ്ററുകളുടെ ഐഡിയകളും ആ ചാപ്റ്റർ നിങ്ങൾക്ക് വ്യക്തമായ ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റ് ഉപയോഗപ്പെടുത്തി എഴുതിയെടുക്കാൻ പറ്റും. അത്ര പ്രധാനമുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ NCERT എടുത്തു കഴിഞ്ഞാൽ NCERTയുടെ ഒരു പേജിനകത്ത് വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ വളരെ കുറച്ച് മാത്രം പറഞ്ഞു പോയൊരു സാധനമാണ് മോൾ കോൺസെപ്റ്റ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു വൈഡിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മോൾ കോൺസെപ്റ്റ്. ഇത് അറിഞ്ഞാൽ ഞാൻ എല്ലാ കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യം, ഈ ടോപ്പിക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ് ലീവായ പിന്നെ നിങ്ങൾ കെമിസ്ട്രിക്ക് ഇരിക്കുന്നതിന് തന്നെ അർത്ഥമില്ല. അത്രയും പ്രധാനമുള്ള, ഞാൻ കെമിസ്ട്രിയുടെ മുഴുവൻ ടോപ്പിക്, നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസിലേക്ക് പോയി കഴിഞ്ഞാലും കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെ നിലനിൽക്കുന്നതിന് പിന്നിൽ ഒരു വലിയ ഒരു ഐഡിയ ആയിട്ട് നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മോൾ കോൺസെപ്റ്റ്. നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് ഇതിൻ്റെ വളരെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മലയാളം മീഡിയം പഠിച്ച ആൾക്കാർ മോൾ സങ്കല്പനം എന്ന പേരിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനി ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കുറച്ചുകൂടി നമുക്കൊരു വലിയ വ്യാപ്തിയിൽ തന്നെ മോൾ കോൺസെപ്റ്റ് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അത്ര പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ സൈഡിൽ ഞാൻ എഴുതി വെക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് ഇത് ചോദിക്കാതെ ഇതുവരെ ഒരു ബോർഡ് എക്സാമുകളും കടന്നു പോയിട്ടില്ല, ഒരു സംസ്ഥാനങ്ങളുടെ ബോർഡ് എക്സാമുകൾ കടന്നു പോയിട്ടില്ല, ഒരു എൻട്രൻസ് എക്സാമുകൾ കടന്നു പോയിട്ടില്ല. നീറ്റ് ആയിക്കോട്ടെ, ഇനി JEE ആയിക്കോട്ടെ, എയിംസ് ആയിക്കോട്ടെ, കടന്നുപോയ ഇതുവരെയുള്ള ഏത് വർഷത്തെ എൻട്രൻസ് എക്സാമുകൾ എടുത്താലും ഇതിനകത്ത് ഒരു ചോദ്യം ഉണ്ടാവും. ബോർഡ് എക്സാമുകൾ എടുത്തു കഴിഞ്ഞാൽ ചോദ്യം ഉണ്ടാവും. നിങ്ങൾ എന്ത് തന്നെ എടുത്തു കഴിഞ്ഞാലും ഇത് ചോദിക്കാതെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സം ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒരു ചോദ്യമേ വർഷം ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യം മോൾ കോൺസെപ്റ്റ് എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചെടുത്ത ഒരു ലാഘവത്തോടു കൂടി മോൾ കോൺസെപ്റ്റുമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോൾ കോൺസെപ്റ്റ് അത് കൃത്യമായിട്ട് മാറുകയില്ല. കാരണം NCERT വായിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഐഡിയകൾ ഞാൻ ഈ ടോപ്പിക്കിനകത്തോട് നിങ്ങളോട് പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ എങ്ങനെയാണോ പറയുന്നത് അത് കൃത്യമായിട്ട് ഈ വീഡിയോ 2-3 തവണ കേട്ടതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അറിവ് റെഡി? ഓക്കെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് മോൾ കോൺസെപ്റ്റ്. അറിവ് റെഡി? ഓക്കെ. അപ്പോൾ മോൾ കോൺസെപ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം ചോദിക്കാം. മക്കളെ, എന്താണ് മോൾ എന്ന് പറഞ്ഞാൽ? നിങ്ങളോടൊരു ചോദിക്കുകയാണ്, വാട്ട് ഈസ് എ മോൾ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ചോദ്യം എന്താണ്? വാട്ട് ഈസ് മോൾ? എന്താണ് മോൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴായിട്ട് നമ്മൾ കേട്ടൊരു വാക്കാണ് മോൾ 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 എന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും. എന്താണ് മോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരമാണ് പറയുക? അവിടെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് മോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ആദ്യത്തെ ഉത്തരം, അതുമാത്രമല്ല ഉത്തരം, ആദ്യം നിങ്ങൾ പറയേണ്ട ഉത്തരം എന്താണെന്ന് വെച്ചാൽ മോൾ എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് ആണ് എന്നുള്ളതാണ്. മോൾ എന്ന് പറഞ്ഞാൽ എന്താ? മോൾ എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് ആണ്.
നിങ്ങൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഞാൻ നിങ്ങളുടെ സെക്ഷൻ നമ്പർ 1 രണ്ടാമത്തിനകത്ത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ടുള്ള 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ് ഇല്ലേ പഠിപ്പിച്ചിട്ടുണ്ടാവും. ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചത് 7ാമതായി. ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ട് തൊട്ടടുത്ത വരിയിൽ ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവുക MOLE എന്നാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ MOLE എന്ന് പറയുന്ന മോൾ എന്ന് പറയുന്നത് അതൊരു യൂണിറ്റ് ആണ് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. വാട്ട് ഈസ് എ മോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമതായിട്ട് പറയേണ്ട പോയിന്റ് എന്താണ്? മോൾ ഈസ് എ യൂണിറ്റ്. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത് മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്താണ് മോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയേണ്ട പോയിന്റ് എന്താ? മോൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. മോൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. അതുപോലെ ഞങ്ങൾക്കറിയാം മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അല്ലേ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടില്ലേ? ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ ആണ്, അതുപോലെ സെന്റിമീറ്റർ ആണ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ ഒരു യൂണിറ്റ് ആണ് ഇത് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ പോയിന്റ് മോൾ ഈസ് എ യൂണിറ്റ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം. മോൾ ഈസ് എ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് ആരെ പോലെ? ലൈക്ക് മീറ്റർ, അതുപോലെ സെന്റിമീറ്റർ, റെഡി, അതുപോലെ സെക്കൻഡ്, അതുപോലെ ഇതിൻ്റെയൊക്കെ അതേപോലത്തെ ഒരു യൂണിറ്റ് തന്നെയാണ് ഇത് മോൾ എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്നാമത്തെ ഉത്തരം കിട്ടി. എന്താണ്? മോൾ എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് ആണ് എന്ന് മനസ്സിലായി. റെഡി അല്ലേ? നിങ്ങൾക്കറിയാം ഇപ്പോൾ മീറ്റർ ഒരു യൂണിറ്റ് ആണ്, സെന്റിമീറ്റർ ഒരു യൂണിറ്റ് ആണ്, സെക്കൻഡ് ഒരു യൂണിറ്റ് ആണ്, കിലോഗ്രാം ഒരു യൂണിറ്റ് ആണ്. ഇതൊക്കെ ഓരോ യൂണിറ്റുകളാണ്. പക്ഷേ നിങ്ങൾക്കറിയാം മീറ്റർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്? ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ടാണ്. സെന്റിമീറ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അതും ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളത് ടൈം അളക്കാൻ വേണ്ടിയിട്ടാണ്. കിലോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ്? മാസ് അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ കാരണങ്ങളും എന്തോന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, സാറേ പിന്നെ മോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മോൾ ഉപയോഗിക്കുന്നത്? മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ട? ലെങ്ത് അളക്കാൻ വേണ്ടി. സെന്റിമീറ്റർ ലെങ്ത് അളക്കാൻ വേണ്ടി. സെക്കൻഡ് ടൈം അളക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ മോൾ എന്തളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ മോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മോൾ ഈസ് യൂസ്ഡ് ടു കൗണ്ട്. സോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മോൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മോൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞു, രണ്ട് ഉത്തരങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ എന്താണ് മോൾ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. മോൾ എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇതുപോലെയുള്ള ഒരു യൂണിറ്റുകളാണത് മോൾ എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ മോൾ എന്തളക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മോൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? രണ്ട് പോയിന്റ് കിട്ടി. മോൾ ഈസ് എ യൂണിറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മോൾ ഈസ് യൂസ്ഡ് ടു കൗണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ കൗണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മോൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ? അല്ല, കൗണ്ട് ചെയ്യാൻ നമുക്ക് വേറെയും കുറേ യൂണിറ്റുകളുണ്ട്. നിങ്ങൾ കേട്ട മറ്റു കുറച്ച് എക്സാമ്പിൾസുകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണിത് പെയർ. പെയർ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റിന്റെ പേരാണ് പെയർ എന്നാണ് പറയാം. വൺ പെയർ. വൺ പെയർ എന്ന് പറഞ്ഞാൽ ഒരു പെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത്, ചപ്പൽ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളൊരു പെയറാണ് വാങ്ങുക. ഒരു പെയർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. പെയർ എന്ന് പറഞ്ഞാൽ 2 numbers ആണ്. ശരിയല്ലേ? ആണോ? ഒരു പെയർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. അപ്പൊ ഈ പെയർ എന്ന് പറയുന്നത് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റിന്റെ പേരാണ് ഇത് പെയർ എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഒന്നാണ്, ദാറ്റ് ഈസ് 1 dozen. 1 dozen. നമ്മൾ ഈ എഗ്ഗൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ 1 dozen എഗ്ഗ് വാങ്ങാറുണ്ട്. അപ്പോൾ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ അത്ര മക്കളെ, ഡസൻ എന്ന് പറഞ്ഞാൽ 12 നമ്പേഴ്സിനെയാണ് നമ്മൾ വിളിക്കുക, നമ്മൾ ഡസൻ എന്ന് പറയാം. അപ്പൊ ഞാനിവിടെ പറഞ്ഞ പോയിന്റ് ഇതാണ്. മോൾ എന്ന് പറയുന്നത് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റിന്റെ പേരാണ് പെയർ എന്ന് പറയാം. ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 എണ്ണമാണ്. അതുപോലെ ഒരു ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എണ്ണമാണ്. അതുപോലെ ഈ പെയർ പോലെ ഡസന് പോലെ ഉള്ള ഒരു കൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റ് ആണ് ഇത് ഒരു മോൾ എന്ന് പറയുന്നത് എന്നാണ്. ക്ലിയർ? നിങ്ങൾക്കറിയാം, ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്, ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിന് അത് എത്ര എണ്ണം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 6.022 into 10⁻23 നമ്പേഴ്സുകൾ ഉണ്ടാവും.
ഈസ് ഇറ്റ് ക്ലിയർ? അതായത് ഒരു പെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 എണ്ണം ഉണ്ടാവും, ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 12 എണ്ണം ഉണ്ടാവും. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 നമ്പേഴ്സുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഡസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഈ 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ ഒരു വലിയ നമ്പർ അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു മോൾ എന്ന് പറയുന്നത് അതൊരു വലിയ ജൈജാന്റിക് ആയിട്ടുള്ള ഒരു നമ്പറാണ് എന്നുള്ളതാണ്. മോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജൈജാന്റിക് ആയിട്ടുള്ള നമ്പറാണ് എന്നുള്ള 3 പോയിന്റുകൾ പറഞ്ഞു. ഒന്നാമത്തെ മോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു, മോൾ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു കൗണ്ട് ആണ് പറഞ്ഞു. ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 പോയിന്റുകൾ പറഞ്ഞു അല്ലേ? ഞങ്ങൾക്കറിയാം നമ്മൾ പെയർ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്? നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെയർ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്. ഡസന് നമ്മൾ എഗ്ഗ് വാങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കാണ് നമ്മൾ ഡസൻ ഉപയോഗപ്പെടുത്താറ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മോൾ എന്ന് പറയുന്നത് ഞാൻ ഇത് എപ്പോഴാണ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ 3ാമത്തെ ചോദ്യം. 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി, മോൾ ഒരു യൂണിറ്റ് ആണ്. 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി, മോൾ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ മോൾ എന്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ 3ാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ 3ാമത്തെ ഉത്തരം ഇതാണ്, മോൾ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ടൈനി പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ആറ്റം, മോളിക്യൂൾ എക്സെട്ര. ഇവരെയൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുക? മോൾ ഉപയോഗപ്പെടുത്താനാണ്. അതാണ് അടുത്ത പോയിന്റ്. മോൾ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ടൈനി പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ആറ്റംസ്, മോളിക്യൂൾസ് എക്സെട്ര. അല്ലെങ്കിൽ ന്യൂട്രിനോസ്, അങ്ങനെ സാധനം ഒരുപാടുണ്ട്. ഇതൊക്കെ നമുക്ക്, അതായത് ടൈനി പാർട്ടിക്കിൾസുകളെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നത്? നമ്മൾ മോൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? നമ്മൾ എത്ര പോയിന്റ് പറഞ്ഞു? 3 പോയിന്റ് പറഞ്ഞു. മോൾ ഈസ് എ യൂണിറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മോൾ ഈസ് യൂസ്ഡ് ടു കൗണ്ട്. മോൾ എന്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? മോൾ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ടൈനി പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ആറ്റം, മോളിക്യൂൾ എക്സെട്ര. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി എൻ്റെ 4ാമത്തെ പോയിന്റ്. ഇനി ഈ മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ആരാണെന്ന് വെച്ചാൽ അമിഡിയോ അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്നുള്ളതാണ്. മോൾ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമിഡിയോ അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് പ്രൊപ്പോസ് ചെയ്യുന്നത്. അമിഡിയോ അവഗാഡ്രോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മോള് പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താ വെച്ചാൽ അമിഡിയോ അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് മോൾ എന്ന് പറയുന്ന ഈ ടേം ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ ഈ അമിഡിയോ അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ മോള് പ്രൊപ്പോസ് ചെയ്തത് കൊണ്ട് തന്നെ ഈ 6.022 × 10⁻23 എന്ന് പറയുന്ന ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ എന്നാണ് വിളിക്കുക. അതായത് 6.022 × 10⁻23 ഈസ് കോൾഡ് ആസ് എന്താ വിളിക്കുക? അവഗാഡ്രോ നമ്പർ എന്നാണ് വിളിക്കുക. അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ ഇതിനെ ഡിനോട്ട് ചെയ്യുക NA എന്നാണ്. എന്താ വിളിക്കുക? NA എന്നാണ്. എത്ര പോയിന്റുകൾ പറഞ്ഞു മക്കളെ? 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. എത്ര പോയിന്റ് പറഞ്ഞു? 5 പോയിന്റുകൾ പറഞ്ഞു. ഈ 5 പോയിന്റ്സുകൾ മനസ്സിലാവാൻ ആരെങ്കിലുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയാം. ഇതാണ് ഒരു മോൾ കോൺസെപ്റ്റിന്റെ ഏറ്റവും സിംപിളറായിട്ട് ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മോൾ ഇസ് എ യൂണിറ്റ്. അത് ക്ലിയർ? അതായത് മീറ്റർ പോലെ, സെന്റിമീറ്റർ പോലെ, സെക്കൻഡ് പോലെ ഉള്ള ഒരു യൂണിറ്റ് തന്നെയാണ് മോൾ എന്ന് പറയുന്നത്. നികരം മീറ്റർ, സെന്റിമീറ്റർ ഒക്കെ ലെങ്ത് അളക്കുന്നത് പോലെ ഈ മോൾ എന്തളക്കാനാണെന്നുള്ള ചോദ്യം വരുമ്പോഴാണ് മോൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കൗണ്ട് ചെയ്യാൻ വേറെ യൂണിറ്റുകൾ ഇല്ലെന്ന് വെച്ചാൽ വേറെ യൂണിറ്റുകളുണ്ട്. പെയർ, ഡസനെ കൊണ്ട് അതുപോലുള്ള ഒരു യൂണിറ്റാണ് മോൾ. ഒരു പെയർ 2, ഒരു ഡസൻ 12 പോലെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 നമ്പറുകളാണ് ആണല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പെയർ നമ്മൾ ചെരുപ്പ് വാങ്ങാനും ഡസന് നമ്മൾ എഗ്ഗ് വാങ്ങാൻ പോകുമ്പോൾ മോൾ എന്ത് അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടൈനി പാർട്ടിക്കിളുകൾ അളക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ മോൾ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് അമറ്റിയോ അവോക്കാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ 6.022 × 10⁻23 എന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവോക്കാഡ്രോ നമ്പർ എന്നാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇത്രയും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എല്ലാ ആളുകളും നോട്ട് 1 എന്ന് എഴുതിച്ചുള്ള നമുക്ക് ഓരോ നോട്ടുകളായിട്ട് സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു നോട്ട് 1 എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് അടിയിലായിട്ട് എഴുതി വെച്ചോളൂ. ഈസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്സ്? ഓക്കെ, മക്കളെ, നമ്മൾ എന്താണ് മോൾ എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറയാൻ പോവാണ്. ഈ മോൾ എന്ന് പറയുന്ന സാധനം എത്രമാത്രം വലുതാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത പറയുന്നത്. അപ്പോൾ എല്ലാവരും എനിക്കുള്ള നോട്ട് 2 എന്ന് എഴുതിക്കോളാം. നോട്ട് 2 റെഡി? ഉദാഹരണത്തിന് ഒരു ഡസൻ എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡസൻ എഗ് എന്ന് പറഞ്ഞാൽ എത്ര എഗ് ഉണ്ടാവും മക്കളെ? 12 എഗ്ഗുകളുണ്ടാവും. ശരിയല്ലേ? ഒരു ഡസൻ എഗ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 12 എഗ്ഗുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ എഗ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും എന്ന് പറയും? ഒരു മോൾ എഗ് എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 എഗ്ഗുകൾ ഉണ്ടാവും. ഇത് ചെറുതാണോ വലുതാണോ മക്കളെ? 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ 6.022 കഴിഞ്ഞിട്ട് 23 പൂജ്യങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലുതാണ്? അത്രയേറെ എഗ്ഗുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ മോൾ എന്ന് പറയുന്ന വാക്ക് അത്ര വലുതാണ് എന്നുള്ളതാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഉദാഹരണത്തിന് ഒരു ഡസൻ ഡോണറ്റ്സ് എന്ന് പറയാം. ഒരു ഡസൻ ഡോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 12 ഡോണറ്റുകളെയാണ് നമ്മൾ വിളിക്കുക ഒരു ഡസൻ ഡോണറ്റ് എന്ന് പറയാം. അതായത് ഒരു ഡസൻ ഡോണറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ഡോണറ്റ് ഉണ്ടാവും മക്കളെ? 12 ഡോണറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഡോണറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു മോൾ ഡോണറ്റ്സ് എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ഡോണറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 6.022 കഴിഞ്ഞിട്ട് ഇത്രയും, അതായത് 23 പൂജ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത്രയേറെ ഡോണറ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ മോൾ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു നമ്പറാണെന്നാണ്. മോൾ ഈസ് എ ജൈജാന്റിക് നമ്പർ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ സയന്റിഫിക്കലി സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു മോൾ മാർബിൾ എടുത്തു കഴിഞ്ഞാൽ ഈ എൻറ്റയർ ആയിട്ടുള്ള എർത്തിനെ 3 മൈൽ ഡെപ്തിൽ കവർ ചെയ്യാൻ മാത്രം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. മോൾ എന്ന് പറയുന്നത് ഇസ് എ ജൈജാന്റിക് നമ്പർ എന്നാണ്. മോൾ ഇസ് എ ജൈജാന്റിക് നമ്പർ. മോൾ ഇസ് എ ജൈജാന്റിക് നമ്പർ. മോൾ ഇസ് എ ജൈജാന്റിക് നമ്പർ. അതായത് 1 മോൾ മാർബിൾ വിൽ കവർ ദ എൻറ്റയർ എർത്ത് വിത്ത് എ ഡെപ്ത് ഓഫ് 3 മൈൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മോള് മാർബിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ എർത്ത് ഒന്നാകെ 3 മൈൽ താഴത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എർത്തിനെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ മോൾ 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 എന്നൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ആ മോൾ എന്ന് പറയുന്ന ആ ഒരു ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്ന ആ ഒരു വാക്കിന് പിന്നിലുണ്ടാകുന്ന അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് അത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും, നിങ്ങൾക്ക് ആ മോൾ അത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എഴുതി വെക്കാം. 1 മോൾ മാർബിൾ വിൽ കവർ the entire earth with the depth of 3 miles. ക്ലിയർ ആയിട്ട് മക്കളെ? അപ്പൊ ഇതിൽ ഞാനിത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മോൾ എന്ന് പറയുന്നത് ഇതൊരു ജൈജാന്റിക് ആയിട്ടുള്ള നമ്പർ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. Is it clear? Is it clear? Okay. ഇനി മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. നല്ല ശ്രദ്ധയുണ്ടാവണം. മുമ്പ് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് നോക്കുക. NCERT ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ലൈനായിട്ട് പറഞ്ഞു പോയാൽ ഞാൻ കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആയിട്ട് പറയാൻ വേണ്ടി പോവാണ്. ഈ ഐഡിയകൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ചാപ്റ്ററുകളെല്ലാം നമുക്ക് വളരെ എളുപ്പകരമാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? തുടങ്ങല്ലേ? അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കോളാം. നോട്ട് 3 എന്ന് എഴുതിക്കോളാം. ഹെഡിങ് ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ വരക്കാരൻ മാറ്റുന്നുണ്ട്. നോട്ട് 3 എന്ന് എഴുതിക്കോളാം. നോട്ട് 3. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ഇനി മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകളിൽ നിന്ന് ഞാൻ മോൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നോക്കുക. കുറച്ച് ടേംസുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ടേംസ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എഴുതിയാൽ മതി. പാരം ചെയ്തത്. ഓക്കെ, ടേംസ് പറയട്ടെ.
ഞാൻ 3 ടേമുകളാണ് നിങ്ങളോട് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കില്ലാരും. ഞാനിവിടെ 3 ടേംസുകളാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. നോട്ട് 3 3 ടേംസുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ടേമിന്റെ പേര് ദാറ്റ് ഈസ് അറ്റോമിക് മാസ് എന്നാണ്. അറ്റോമിക് മാസ്. ഒന്നാമത്തെ ടേമിന്റെ പേര് എന്താ? അറ്റോമിക് മാസ്. രണ്ടാമത്തെ ടേമിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോളിക്യുലാർ മാസ് എന്നാണ്. മോളിക്യുലാർ മാസ്. ഒന്നാമത്തെ ടേമിന്റെ പേര് അറ്റോമിക് മാസ്, രണ്ടാമത്തെ ടേമിന്റെ പേര് മോളിക്യുലാർ മാസ്, ആൻഡ് അടുത്ത ടേമിന്റെ പേര് മോളാർ മാസ് എന്നാണ്. 3 ടേമുകളാണ്. ഒന്ന് അറ്റോമിക് മാസ്, അടുത്തത് മോളിക്യുലാർ മാസ്, അടുത്തെന്ന് പറഞ്ഞാൽ മോളാർ മാസ്. അറ്റോമിക് മാസ്, മോളിക്യുലാർ മാസ്, മോളാർ മാസ്. അറ്റോമിക് മാസ്, മോളിക്യുലാർ മാസ്, മോളാർ മാസ്. ക്ലിയർ ആണോ മക്കളെ? ആണ്. ഞാൻ ഇതിൽ ഓരോന്ന് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ആദ്യത്താണ് അറ്റോമിക് മാസ്. എന്താ ഈ അറ്റോമിക് മാസ്? അതിന്റെ പ്രോപ്പർ ആയിട്ട് ഡെഫിനിഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അറ്റോമിക് മാസ് എന്ന് എനിക്ക് ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് ദി മാസ് ഓഫ് വൺ ആറ്റം. ഒരാറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അറ്റോമിക് മാസ് എന്താ? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വൺ ആറ്റമാണ്. ഒരാറ്റത്തിന്റെ മാസാണ് അറ്റോമിക് മാസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു സോഡിയം ആറ്റത്തിന്റെ മാസാണ് അറ്റോമിക് മാസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ്, അല്ലെങ്കിൽ ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസ്, അല്ലെങ്കിൽ ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ്. ഒരാറ്റത്തിന്റെ മാസാണെന്ത്? അറ്റോമിക് മാസ് എന്ന് പറയും. ക്ലിയർ ആയിട്ട് മക്കളെ? അതായത് അറ്റോമിക് മാസ് എന്നാൽ ഒരാറ്റത്തിന്റെ മാസാണെന്ത്? അറ്റോമിക് മാസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാസ് ഓഫ് വൺ മോളിക്യൂൾ ആണ്. ഒരു മോളിക്യൂളിന്റെ മാസാണെന്ത്? മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ദാറ്റ് ഈസ് H2O. H2O എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആണ്. ഉദാഹരണത്തിന് ഒരു ഓക്സിജൻ ആറ്റം ഉണ്ടാവും, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. എന്നാൽ ഒരു മോളിക്യൂളിന്റെ മാസാണ് മോളിക്യുലാർ മാസ് എങ്കിൽ ഒരാറ്റത്തിന്റെ മാസാണിത് അറ്റോമിക് മാസ് ആണ്. ഒരാറ്റത്തിന്റെ മാസ് അറ്റോമിക് മാസ് ആണ്. ഒരു മോളിക്യൂളിന്റെ മാസാണിത് മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ദാറ്റ് ഈസ് മോളാർ മാസ്. മോളാർ മാസ് എന്താണ്? മോളാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് മാസ് എന്താ? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വൺ ആറ്റം. മോളിക്യുലാർ മാസ് എന്താ? ദാറ്റ് ഈസ് മാസ് ഓഫ് വൺ മോളിക്യൂൾ. ദെൻ വാട്ട് ഈസ് മോളാർ മാസ്? ആരെങ്കിലും പറയാൻ പറ്റും എന്താണ് ഈ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും അറിയാം? പറയാൻ പറ്റും. വാട്ട് ഈസ് മോളാർ മാസ്? എന്താണ് മോളാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, ഇറ്റ് ഈസ് ദി മാസ് ഓഫ്, ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വൺ മോൾ പാർട്ടിക്കിൾ. ഒരു മോൾ പാർട്ടിക്കിളിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോളാർ മാസ് എന്ന് പറയാം. വാട്ട് ഈസ് മോളാർ മാസ്? ഒരു മോൾ പാർട്ടിക്കിളിന്റെ മാസിനെയാണ്. അതായത് ഇവിടെ ഒരു ആറ്റത്തിന്റെ മാസ്, ഇവിടെ ഒരു മോളിക്യൂളിന്റെ മാസ്, ഇവിടെ ആണെങ്കിലോ ഒരു മോൾ പാർട്ടിക്കിളിന്റെ മാസാണ് മോളാർ മാസ്. നിങ്ങൾക്ക് ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 അല്ലേ? അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞത്. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 6.022 × 10⁻23 പാർട്ടിക്കിളിന്റെ മാസാണ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? അതായത് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വൺ മോൾ പാർട്ടിക്കിൾ ആണ്. ഒരു മോൾ പാർട്ടിക്കിളിന്റെ മാസാണ് മോളാർ മാസ്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6.022 × 10⁻23 പാർട്ടിക്കിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും പാർട്ടിക്കിളുകളുടെ മാസ് അല്ലേ മോളാർ മാസ് എന്ന് പറയുന്നത്? ശരിയാണോ? ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അതായത് ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ആ പാർട്ടിക്കിൾ ആറ്റം ആകാം, അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ എന്താവാം? മോളിക്യൂൾ ആകാം. എന്താണ് ആ പാർട്ടിക്കിൾ? ഒന്നുകിൽ ആ പാർട്ടിക്കിൾ ഒരു ആറ്റം ആവാം. അതുകൊണ്ടാണ് പാർട്ടിക്കിൾ നിൽക്കുന്നത്. അതായത് ഇവിടെ എടുത്തിരിക്കുന്ന പാർട്ടിക്കിൾ ഒന്നുകിൽ ആറ്റം ആകാം, അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ എന്താവാം? മോളിക്യൂൾ ആകും. ക്ലിയർ? ഈ പാർട്ടിക്കിൾ ആറ്റം ആണെങ്കിൽ അതിന്റെ മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് പറയുന്നത്. എന്താ പറയാ? ഇവിടെ എടുത്തിരിക്കുന്ന പാർട്ടിക്കിൾ ആറ്റം ആണെങ്കിൽ അവരുടെ മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഗ്രാം അറ്റോമിക് മാസ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ എടുത്തിരിക്കുന്ന പാർട്ടിക്കിൾ മോളിക്യൂൾ ആണെങ്കിൽ ആ മോളിക്യൂളിന്റെ മാസിനെ ഞാൻ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഗ്രാം മോളിക്യുലാർ മാസ് എന്നാണ് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാം. അതായത് അത് കൃത്യമായിട്ട് ഈ ഐഡിയ കിട്ടിയത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിടിയിട്ടുള്ളൂ. അത് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വൺ ആറ്റം ആണ്. അതായത് ഒരു സോഡിയം ആറ്റത്തിന്റെ മാസ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ്, ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസ്, ഒരു കാർബൺ ആറ്റത്തിന്റെ മാസാണ് അറ്റോമിക് മാസ്.
മോളാർ മാസ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വൺ മോളിക്യൂൾ ആണ്. അതായത് H2O എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ മാസാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അതായത് H2O മോളിക്കുലാർ മാസ് 18 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതായത് ഒരു 2 ഹൈഡ്രജന്റെയും ഒരു ഓക്സിജന്റെയും ടോട്ടൽ മാസാണ് മോളിക്കുലാർ മാസ്. അതായത് ഒരു മോളിക്യൂളിന്റെ മാസാണ്. ഇനി മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാസ് ഓഫ് വൺ മോൾ പാർട്ടിക്കിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 പാർട്ടിക്കിൾ ആണ്. ഈ പാർട്ടിക്കിൾ ആറ്റം ആകാം അല്ലെങ്കിൽ പാർട്ടിക്കിൾ മോളിക്യൂൾ ആകും. ഉദാഹരണത്തിന് ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇവിടുത്തെ ഏതെങ്കിലും ആറ്റം ആണെങ്കിൽ ആ ആറ്റം ഉദാഹരണത്തിന് ഇവിടെ ഉള്ളത് നൈട്രജൻ ആണെന്ന് വെക്കാം. അതായത് ഒരു മോൾ നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ ഒരു ആറ്റമാണ്. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ മാസ് എത്ര 14. അപ്പോൾ 14 G എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നവരാണ് ഗ്രാം അറ്റോമിക് മാസ്. ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾ H2O ആയിരുന്നെങ്കിൽ ഒരു മോളിക്യൂൾ ആണ്. ആ മോളിക്യൂൾ ആണെങ്കിൽ അതിനെ 18 G എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ വിളിക്കുക ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ മക്കളെ? ഇതാണ് നമ്മുടെ മോൾ കോൺസെപ്റ്റിനകത്ത് നോട്ട് 3 എന്ന് പറയുന്നത്. കൃത്യമാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നോക്കിയാൽ 3 ടേമുകൾ അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ്, മോളാർ മാസ്. ഈ ഒരു ഭാഗം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 കാര്യങ്ങൾ പറഞ്ഞ് ഈ 2 സാധനത്തെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇതിന്റെ കണ്ടിന്യൂറ്റി ആണ് എൻ്റെ അടുത്ത നോട്ട് നമ്പർ 4 വരുന്നത്. നമ്മൾ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് മോളാർ മാസ് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് മോളാർ മാസ്? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ പാർട്ടിക്കിളിൻ്റെതാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 പാർട്ടിക്കിൾസിന്റെ മാസാണെന്ന് പറഞ്ഞു. ആ പാർട്ടിക്കിൾ വേണമെങ്കിൽ ആറ്റം ആകാമെന്ന് പറഞ്ഞു, മോളിക്യൂൾ ആകാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പാർട്ടിക്കിൾ ആറ്റം ആണെങ്കിൽ എങ്ങനെയാണ് പറയുന്നതാണ് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ പാർട്ടിക്കിൾ ആറ്റം ആണെങ്കിൽ ഒന്നുകിൽ അത് ആ പാർട്ടിക്കിൾ നൈട്രജൻ ആവും. ആയിക്കോട്ടെ, നൈട്രജന്റെ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ നൈട്രജന്റെ മാസം എന്ന് പറഞ്ഞാൽ 14 ആണ്. റെഡി അല്ലേ? റെഡി. അങ്ങനെയാണെങ്കിൽ ഈ 14 എനിക്ക് വേണമെങ്കിൽ 2 തരത്തിൽ കാണിക്കാൻ പറ്റും. ഒന്നുകിൽ ഇതിന് ഈ നൈട്രജന്റെ 14 ആണ് അതിന്റെ അറ്റോമിക് മാസ്. ഈ 14 എനിക്ക് വേണമെങ്കിൽ 14U എന്ന് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിനെ 14G എന്ന് എഴുതാൻ പറ്റും. എന്താണ് നൈട്രജൻ അറ്റോമിക് മാസ് 14 ആണെന്ന് പറഞ്ഞാൽ ഈ 14 എനിക്ക് ഒന്നെങ്കിൽ 14U എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ 14G എന്ന് എഴുതാൻ പറ്റും. ഈ 14U എന്ന് പറയുന്നത് നൈട്രജന്റെ അറ്റോമിക് മാസാണ്. എന്താണ്? നൈട്രജന്റെ അറ്റോമിക് മാസാണ്. എന്നാൽ ഈ 14G എന്ന് പറയുന്നതോ ഇതിന്റെ ഗ്രാം അറ്റോമിക് മാസാണ്. അതാണ് വ്യത്യാസം, ഗ്രാം അറ്റോമിക് മാസ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. അതായത് നൈട്രജൻ അറ്റോമിക് മാസ് 14 ആണ്. 14 എന്ന് പറയുന്നത് നൈട്രജൻ ഒരു ആറ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 14U എന്ന് എഴുതാം, 14G എന്ന് എഴുതാം. 14U എന്ന് എഴുതി കഴിഞ്ഞാൽ അറ്റോമിക് മാസ് ആണ്. 14G എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ്. വേറെ എക്സാമ്പിൾ കാണിക്കും വേണമെങ്കിൽ. ഉദാഹരണത്തിന് കാർബണിന്റെ അറ്റോമിക് മാസ് എത്ര മക്കളെ? 12 ആണ്. റെഡി? ഈ 12 എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 12U എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ 12G എന്ന് എഴുതാൻ പറ്റും. 12U എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 12G എന്ന് എഴുതാൻ പറ്റും. ഈ 12U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ 12U ഇതിന്റെ അറ്റോമിക് മാസാണ്. 12U എന്താ? ഇതിന്റെ അറ്റോമിക് മാസാണ്. അങ്ങനെയാണെങ്കിൽ ഈ 12G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിന്റെ ഗ്രാം അറ്റോമിക് മാസാണ്. എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് നിങ്ങൾ U ഇട്ട് എഴുതുകയാണെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് അറ്റോമിക് മാസ് ആണ്. അതായത് G ഇട്ട് എഴുതുകയാണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് ആണ്. സിമ്പിൾ. വേറെ എക്സാമ്പിൾ കാണിക്കാം. ഓക്സിജൻ ദാറ്റ് ഈസ് 16 ആണ്. ഈ ഓക്സിജൻ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? ഓക്സിജൻ വേണമെങ്കിൽ ഇതിന് എനിക്ക് 16U എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 16G എന്ന് എഴുതാൻ പറ്റും. 16U എന്ന് എഴുതി കഴിഞ്ഞാൽ അത് സിമ്പിൾ എന്താണ്? അതിന്റെ അറ്റോമിക് മാസ് ആണ്. 16G എന്ന് എഴുതി കഴിഞ്ഞാലോ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടിക്കിൾ ഒന്നെങ്കിൽ ആറ്റം ആകാം, പാർട്ടിക്കിൾ അല്ലെങ്കിൽ മോളിക്യൂൾ ആകും. പാർട്ടിക്കിൾ ആറ്റം ആണെങ്കിലുള്ള കേസുകളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ അടുത്ത് കാണിക്കാൻ വന്ന പാർട്ടിക്കിൾ മോളിക്യൂൾ ആണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ് അടുത്ത് പറയാൻ വേണ്ടി. പാർട്ടിക്കിൾ മോളിക്യൂൾ ആണെങ്കിൽ എങ്ങനെ വരും? ഇത് ക്ലിയർ? ഇത് മനസ്സിലാവാത്ത ആരുണ്ടോ? 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14U എന്ന് എഴുതാം, 14G എന്ന് എഴുതാം. 14U അറ്റോമിക് മാസ്, 14G ഗ്രാം അറ്റോമിക് മാസ്. 12U എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ്, 12G എന്ന് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. 16U എന്ന് എഴുതി കഴിഞ്ഞാൽ അറ്റോമിക് മാസ്, 16G എന്ന് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. ക്ലിയർ? ഓക്കെ. ഇത് നമ്മളിവിടെ ആറ്റത്തിന്റെ കേസ് അതിലാണ് കാണിച്ചിരിക്കുന്നത്. പാർട്ടിക്കിൾ ആറ്റം ആകുമ്പോൾ. ഈ പാർട്ടിക്കിൾ മോളിക്യൂളും ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമേ നമുക്ക് മോൾ കോൺസെപ്റ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഉദാഹരണത്തിന് ഞാൻ മോളിക്യൂൾ ആണെങ്കിലുള്ള കേസാണ് പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് H2O ഒരു മോളിക്യൂൾ അല്ലേ? ആണ്. H2O മോളിക്കുലർ മാസ് എത്ര മക്കളെ പറ? 18 ആണ് അല്ലേ? H2O മോളിക്കുലർ മാസ് 18 ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് നമുക്ക് 18U എന്ന് എഴുതാൻ പറ്റും, 18G എന്നും എഴുതാൻ പറ്റും.
വ്യത്യാസം എന്താ? 18 എന്ന് പറയുന്നത് മോളിക്യൂൾ ആയതുകൊണ്ട് ഇത് മൊളിക്കുലാർ മാസ് ആണ്. എന്താ? മൊളിക്കുലാർ മാസ് ആണ്. ഇതെന്താണ്? ദിസ് ഈസ് ഗ്രാം മൊളിക്കുലാർ മാസ് ആണ്. അതായത് മൊളിക്കുലാർ മാസിനെ നിങ്ങൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താ വിളിക്കുക? ഗ്രാം മൊളിക്കുലാർ മാസ് എന്നാ വിളിക്കുക. ഗ്രാം മൊളിക്കുലാർ മാസ്. ഇസ് ഇറ്റ് ക്ലിയർ? വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മൊളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 44 ആണ്. ഈ 44 നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 44 U എന്ന് എഴുതാൻ പറ്റും, 44 G എന്നും എഴുതാൻ പറ്റും. 44 U ആണെങ്കിൽ ഇത് നമ്മൾ വിളിക്കുക അറ്റോമിക് മാസ് എന്നാണ് പറയാം. അറ്റോമിക് മാസ് എന്നാണ് പറയാം. 44 G ആണെങ്കിലോ നമ്മൾ വിളിക്കുക ഗ്രാം സോറി അറ്റോമിക് മാസ് അല്ല. 44 U എന്ന് പറഞ്ഞാൽ മൊളിക്കുലാർ മാസ്. മൊളിക്കുലാർ മാസ് 44 U എന്ന് പറഞ്ഞാൽ മൊളിക്കുലാർ മാസ് ആണ്. 44 G എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രാം മൊളിക്കുലാർ മാസ് ആണ്. GMM എന്നാണ്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എന്താണ് അറ്റോമിക് മാസ്, എന്താണ് ഗ്രാം അറ്റോമിക് മാസ്, എന്താണ് മൊളിക്കുലാർ മാസ്, എന്താണ് ഗ്രാം മൊളിക്കുലാർ മാസ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് 4 പറയുന്നത്. ഈ കാര്യങ്ങൾ എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോട്ട് 3 നമ്മൾ പാർട്ടിക്കിളിനകത്ത് ആറ്റമാവും മൊളിക്കുലാവെന്ന് പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഓരോ നോട്ടുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് മോൾ കോൺസെപ്റ്റിന്റെ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സെക്ഷനകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ.